കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം രാഷ്ട്രീയാധിപ്രസരത്താൽ പ്രഭ നഷ്ടപ്പെടുത്തുന്നതിനിടെയാണ് കേന്ദ്രത്തിന്റെ ഇടപെടലുകളും ഗവർണർമാരുടെ ആധിപത്യം ഉറപ്പാക്കലുമൊക്കെ സ്ഥിതി വഷളാക്കുന്നത്. കലാലയ രാഷ്ട്രീയത്തെ അക്രമവൽക്കരിച്ച് വെറുക്കപ്പെട്ടതാക്കി മാറ്റിയ വിദ്യാർത്ഥി സംഘടനകൾ, കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിമകളായ അധ്യാപകർ, പിൻവാതിൽ നിയമനങ്ങൾ തുടങ്ങിയവയൊക്കെ നമ്മുടെ അക്കാദമിക മേഖലയ്ക്ക് മുകളിൽ പാർട്ടിക്കൊടികൾ നാട്ടി. അതിനിടെ ഹിന്ദുത്വയ്ക്ക് അനുകൂലമായി കരിക്കുലങ്ങളും ചരിത്ര പുസ്തകങ്ങളും തിരുത്തുന്ന സംഘപരിവാർ രാഷ്ട്രീയ പദ്ധതിയുടെ കേന്ദ്ര പോരാളികളായി ദക്ഷിണേന്ത്യയിലെ പലയിടത്തും ഗവർണർമാർ കളത്തിലിറങ്ങി. BJP ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇതിന്റെ തുടർച്ചയായി കേരള സർവകലാശാലയിൽ നടക്കുന്ന നിയമന പുറത്താക്കൽ പോരാട്ടത്തിൽ എന്തൊക്കെ ന്യൂനതകൾ ഉണ്ടെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് വിജയിക്കേണ്ടത്. പക്ഷേ ആ വിജയത്തിന് ശേഷവും രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമായ സർവകലാശാലകളെയോ വിദ്യാഭ്യാസ മേഖലയെയോ നമുക്ക് ലഭിക്കില്ലല്ലോ എന്ന സത്യം ഖേദകരമാണ്. ഭാരതാംബയുടെ ചിത്രം വെച്ച രാജ്ഭവനിലെ ചടങ്ങിൽ നിന്ന് മന്ത്രിമാർ ഇറങ്ങിപ്പോയതാണ് ഇപ്പോഴത്തെ തർക്കത്തിന്റെ തുടക്കം. സർക്കാരിന്റെ ഔദ്യോഗിക ചടങ്ങുകളിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കരുതെന്നും ഭരണഘടനാ വിരുദ്ധമായ ഇത്തരം നടപടി ഇനി തുടരരുതെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണർ രാജേന്ദ്ര വി ആർലേക്കർക്ക് കത്തെഴുതി. തുടർന്ന് ജൂൺ 26-ന് ഭാരതാംബയുടെ ചിത്രം വേദിയിൽ നിന്ന് നീക്കാൻ സംഘാടകർ തയ്യാറാകാഞ്ഞതിനാൽ സർവകലാശാല സെനറ്റ് ഹാളിൽ ചാൻസലറായ ഗവർണർ പങ്കെടുക്കേണ്ട ചടങ്ങിന് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ അനുമതി നിഷേധിച്ചു. എന്നാൽ ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങ് തന്റെ അറിവില്ലാതെ റദ്ദാക്കാൻ ശ്രമിച്ചതിന് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു. പിന്നാലെ VCയുടെ തീരുമാനം സിൻഡിക്കേറ്റ് റദ്ദാക്കി. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ റഷ്യൻ യാത്രയിലായിരുന്നതിനാൽ താൽക്കാലിക VC ആയ ഡോക്ടർ സിസ തോമസ് സിൻഡിക്കേറ്റ് തീരുമാനം നിയമവിരുദ്ധമാണെന്ന റിപ്പോർട്ട് ഗവർണർക്ക് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാറെ തിരിച്ചെടുത്ത സിൻഡിക്കേറ്റ് തീരുമാനം ഗവർണർ റദ്ദാക്കുമെന്നാണ് കരുതുന്നത്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിവെച്ച സർവകലാശാലകളിലെ അധികാര തർക്കം ഗവർണർ രാജേന്ദ്ര വി ആർലേക്കർ ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിലിൽ തമിഴ്നാട് ഗവർണർ ഡോക്ടർ RNV രവി വർഷങ്ങളായി തടഞ്ഞു വെച്ചിരുന്ന ബില്ലുകളെല്ലാം പാസാക്കിയതായി കണക്കാക്കുകയും ഗവർണർക്ക് വീറ്റോ അധികാരമില്ലെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്ത സുപ്രീം കോടതി വിധിക്ക് ശേഷവും ഗവർണർമാർ പഠിച്ചിട്ടില്ല. അതിന്റെ തുടർച്ചയ്ക്ക് കേരളത്തിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ നിമിത്തമായെന്ന് മാത്രം. സർക്കാരും ഗവർണറും തമ്മിലുള്ള ഈ തർക്കം പരിഹരിക്കാൻ കോടതിക്കെങ്കിലും കഴിഞ്ഞേക്കും. പക്ഷേ സ്വതന്ത്ര ഉന്നത വിദ്യാഭ്യാസ രംഗം എന്നത് ഉടനെയൊന്നും സാധ്യമാകില്ല. സർവകലാശാലകൾ ആരുടെ കാൽക്കീഴിലാണെന്നതിൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാകൂ. രാഷ്ട്രീയ വിധേയരായ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വൈസ് ചാൻസലർമാരെയും ഒക്കെ ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ഹൈജാക്ക് ചെയ്ത കോളേജുകളും സർവകലാശാലകളും ഒക്കെ ഉപേക്ഷിച്ച വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും കുടിയേറുന്നത് സമാന്തര കാഴ്ച. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വൈസ് ചാൻസലറും പ്രിൻസിപ്പൽമാരും പ്രധാനാധ്യാപകരും ഇല്ലാത്തതിനാൽ ഇൻചാർജ് ഭരണത്തിലിരിക്കെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് ചേർത്തിട്ടുള്ള 25 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളെ അവഗണിച്ച് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പിൻവാതിൽ നിയമനം തുടരവേ എന്ത് നിലവാരമാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാനാവുക? പിന്നാക്ക സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാട്ടി 1-ാം നമ്പറിന് വീമ്പിളയ്ക്കാൽ തീരുന്നതല്ല പ്രശ്നം. 8 വർഷത്തിനിടെ പിൻവാതിലിലൂടെ 1.8 ലക്ഷം നിയമനം നടത്തിയെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചത്. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് വിവരങ്ങൾ ക്രോഡീകരിച്ചിട്ടില്ലെന്നാണ് കഴിഞ്ഞ ജനുവരിയിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഗവർണർ ഭരണം ആവശ്യമില്ല. പക്ഷേ മാർക്ക് തിരുത്തൽ, ക്രൂരമായ റാഗിംഗ്, വ്യാജ സർട്ടിഫിക്കറ്റ്, അക്രമം, ലൈംഗികാതിക്രമം തുടങ്ങിയ തിന്മ വഴികളും നീന്തിക്കയറിയ SFI വിദ്യാഭ്യാസ രംഗം ശുദ്ധീകരിക്കാൻ ഗവർണറുടെ ഓഫീസിലേക്ക് കുതിക്കുമ്പോൾ വിരോധാഭാസമായി തോന്നും. വിദ്യാഭ്യാസ രംഗത്തെ വീണ്ടെടുക്കേണ്ടത് ഗവർണർമാരിൽ നിന്നോ സംഘപരിവാറിൽ നിന്നോ മാത്രമല്ല, ആൾക്കൂട്ട വിചാരണയ്ക്ക് മടിക്കാത്ത, സഹപാഠികളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന, അക്രമമാണ് രാഷ്ട്രീയമെന്ന് കരുതുന്ന വിദ്യാർത്ഥികളിൽ നിന്നും, രാഷ്ട്രനിർമ്മിതിയെ ഇടുങ്ങിയ പാർട്ടി പ്രവർത്തനമായി ചുരുക്കിയ അധ്യാപകരിൽ നിന്നും മേധാവികളിൽ നിന്നും, പിൻവാതിൽ നിയമനങ്ങൾക്ക് കാത്തുനിൽക്കുന്ന രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളിൽ നിന്നും, പൊതുമുതൽ കൊണ്ട് ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്ന അധികാര രാഷ്ട്രീയത്തിൽ നിന്നും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ മോചിപ്പിച്ചേ തീരൂ.